പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു. കൊച്ചിയിൽ യുവനടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇന്ന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. 7.5 കൊല്ലത്തിന് ശേഷമാണ് പ്രതിക്ക് ജാമ്യം കിട്ടിയത്. 7.5 കൊല്ലം പൾസർ സുനി ജയിലിലായിരുന്നു. വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ സുപ്രീം കോടതി ഇന്ന് രൂക്ഷ വിമർശനം ഉയർത്തി. കാരണം ഇത് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നു, ഇങ്ങനെ ഒരാളെ ജയിലിടാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ ഇന്ന് ഉയർന്നു കേട്ടു. കേസിൽ വിചാരണ അനന്തമായി നീളുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചത്. വിചാരണ നീട്ടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് സുനി വാദിച്ചു. പ്രധാന പ്രതിയായ നടന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസം വിസ്തരിച്ചത് ഉൾപ്പെടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് എന്ത് വിചാരണയെന്ന് ഒടുവിൽ സുപ്രീം കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നു. നടപടികൾ അനന്തമായി നീളാൻ വിചാരണ കോടതിയും പ്രോസിക്യൂഷനും കാരണക്കാരായി എന്നാണ് വിമർശനം. പൾസർ സുനി പുറത്തിറങ്ങിയാൽ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുപോയേക്കും എന്നതടക്കമുള്ള ആശങ്കയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഇക്കാര്യങ്ങൾ വിലയിരുത്തിയ സുപ്രീം കോടതി വിചാരണ കോടതിക്ക് ശക്തമായ ജാമ്യവ്യവസ്ഥ ഏർപ്പെടുത്താം എന്ന് നിർദ്ദേശിച്ചു. ഒരാഴ്ചക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണം. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിക്കടുത്ത് വെച്ച് യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതി ഉയർന്നത്. ഫെബ്രുവരി 19-നാണ് 7 പേർ പിടിയിലായത്. 2017 ഏപ്രിൽ 18-ന് പൾസർ സുനിയെയും 6 പേരെയും പ്രതികളാക്കി പോലീസ് കുറ്റപത്രം നൽകി. ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ചുമത്തി 2017 ജൂലൈ 10-ന് നടൻ ദിലീപിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തെങ്കിലും 2017 ഒക്ടോബർ 3-ന് ജാമ്യം കിട്ടി. 2020 ജനുവരി 6-ന് വിചാരണ കോടതി പൾസർ സുനിക്കും ദിലീപിനും മറ്റുള്ളവർക്കുമെതിരെ കുറ്റം ചാർത്തി വിചാരണ തുടങ്ങി. വിചാരണ അനിശ്ചിതമായി നീളുന്നത് നീതിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പൾസർ സുനിക്ക് സുപ്രീം കോടതി ഇന്ന് ജാമ്യം നൽകിയത്. ന്യൂസ് ഡെസ്ക് 24.